ഉഴുന്നുവടയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഉഴുന്നെടുത്തിട്ട് വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. ഇനി ഇത് 1 മണിക്കൂർ കഴിഞ്ഞ് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രൈൻഡർ എടുത്തിട്ട് അതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ഉഴുന്ന് കുറേശ്ശെ ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു 3 ടേബിൾ സ്പൂൺ വരെ വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. ഇതിവിടെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ ഉഴുന്നുവടയ്ക്ക് അരച്ചെടുക്കണം. ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്. ഈ ഉഴുന്നിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ എടുത്തു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കൈകൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ചട്ടി ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയൊരു ബൗളിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഈ വെള്ളം കയ്യിലിങ്ങനെ തടകിയ ശേഷം കുറച്ച് മാവ് ഇതിൽ നിന്ന് എടുക്കാം. വെള്ളം തടവിയിട്ട് നടുക്കൊരു റൗണ്ട് ഉണ്ടാക്കാം. ഇനി ഇതിനെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആകുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കാം. വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഇതിൽ നിന്ന് മാറ്റാം. വടക്കുള്ള ചമ്മന്തിക്ക് ഇവിടെ ഞാൻ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വറുത്ത കടല വേണം, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 5 ചുവന്നുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 1 അല്ലി വെളുത്തുള്ളി, 1/4 കപ്പ് തൈര്. ഈ ജാറിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ എടുത്തു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിനി നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിവിടെ അരച്ചെടുത്തതാണ്. ഇതിനെ ഇനി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് താളിച്ചൊഴിക്കാം. പാൻ ചൂടാകുമ്പോഴേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോഴേക്ക് 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ താളിച്ച ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഉഴുന്നുവടയും ചമ്മന്തി ഇവിടെ റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊട്ടും എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.